അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും, സുക്കൂനുള്ള നൂനിന്റെയും തൻവീനിന്റെയും വിധികളിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞത് ഇൽഹാർ. 5 വിധികളാണുള്ളത്. ഒന്ന് അൽ ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ തീരെ മണിക്കാതെ, എന്നാൽ നൂൻ അതിന്റെ ശരിയായ രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ട് പറയുക. രണ്ടാമത്തേത് ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. അതായത് ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്ത് വായിക്കുക, ശബ്ദോടുകൂടെ വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ തീരെ മണിക്കാതെ വായിക്കുന്നതിനാണ് ഇദ്ഗാമും ബിലാ ഗുന്ന എന്ന് പറയുന്നത്. ഇദ്ഗാമും ബിലാ ഗുന്ന, തീരെ മണിക്കൂല, അവിടെ നമ്മൾ നൂനും തൻവീനും തീരെ കാണൂല. മൂന്നാമത്തേത് ഇദ്ഗാമും ബിഗുന്നയാണ്. അതായത് മണിച്ചുകൊണ്ട് ആ അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത് വായിക്കുക. അടുത്തത് ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കുക എന്നാണ് പറയുക. അതായത് ഇപ്പുറത്തുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊണ്ട് ശ്രദ്ധ ചെയ്ത് പറയുകയല്ല, മറിച്ച് ഇദ്ഗാമും ബിഗുന്നയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ രൂപത്തിൽ ഒരു മറച്ചുകൊണ്ടുള്ള മണിക്കുന്നതിനാണ് ഇഖ്ഫ എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദാഹരണം പറയുമ്പോൾ അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കാം. അഞ്ചാമത്തേത് ഖൽബാൻ, ഇഖ്ലാബ്. അതായത് നൂനിനെയും തൻവീനിനെയും മീമാക്കി മറിച്ചുകൊണ്ട് മണിക്കുക. ഇതിൽ നമ്മൾ ഇൽഹാർ ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ നൂനിനെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുക, തീരെ മണിക്കാതെ. അപ്പൊ നൂനും തൻവീനും നമ്മൾ ഉച്ചരിക്കും, പക്ഷെ മണിക്കൂല. അത് ഹൽക്കിന്റെ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുമ്പോഴാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഹംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഈ 6 അക്ഷരങ്ങളുടെ മുമ്പ് സാക്കിനായ നൂനും തൻവീനും വരുമ്പോഴാണ് ഇൽഹാർ ചെയ്യേണ്ടത്. ചിലപ്പോ ഈ അക്ഷരങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരാത്തവരുണ്ടാകും. ചിലപ്പോൾ ഈ നിയമങ്ങൾ വേണ്ടതുപോലെ പഠിക്കാൻ പറ്റാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവരെ പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അതിന്റെ ആ എഴുത്തിന്റെ രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ അടയാളങ്ങളിലൂടെ ഇത് എവിടെ എങ്ങനെ വായിക്കണം എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇൽഹാർ നമ്മൾ പറഞ്ഞു, നൂനും തൻവീനും വായിക്കണം, പക്ഷെ നമ്മളത് മണിക്കുകയില്ല. അങ്ങനെ വായിക്കേണ്ടിടത്ത് വിശുദ്ധ ഖുർആനിൽ നൂനിന്റെ മുകളിൽ ഒരു സുക്കൂൻ കാണും. സുക്കൂൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച വൃത്താകൃതിയിലുള്ള സുക്കൂൻ അല്ല, ഓ ഷേപ്പിലുള്ള സുക്കൂൻ അല്ല, മറിച്ച് ഒരു ഹാഇന്റെ തല പോലെയുള്ള ഈ രൂപത്തിൽ. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ സുക്കൂൻ എഴുതാറുള്ളത്. അങ്ങനെ ഈ നൂനിന്റെ ഇൽഹാർ ചെയ്യേണ്ട സ്ഥലത്ത് ആ നൂനിന്റെ മുകളിൽ ഈ രൂപത്തിലുള്ള ഒരു സുക്കൂൻ എഴുതിയിട്ടുണ്ടാകും. തൻവീൻ ആകുമ്പോൾ അത് നേരെ മുകളിൽ, തൻവീൻ ഫത്ഹ എന്ന് പറഞ്ഞാൽ 2 ഫത്ഹയാണല്ലോ. അപ്പൊ ഒരു ഫത്ഹയുടെ നേരെ മുകളിൽ തന്നെ രണ്ടാമത്തെ ഫത്ഹയും എഴുതും. അതേപോലെ തൻവീൻ കസ്റ എന്ന് പറയുമ്പോൾ ആ ഒരു കസ്റിന്റെ നേരെ അടിയിൽ തന്നെ രണ്ടാമത്തെ കസ്റയും എഴുതിയിട്ടുണ്ടാകും. ലമ്മയാകുമ്പോൾ, തൻവീൻ ലമ്മയാകുമ്പോൾ ഒരു ലമ്മ എഴുതിയതിനു ശേഷം നേരെ തിരിച്ചുകൊണ്ട്, അതിന്റെ നേരെ മുകളിൽ എഴുതാൻ വേണ്ടി നേരെ തല തിരിച്ചുകൊണ്ട് ഈ രൂപത്തിലാകും തൻവീൻ ലമ്മ എഴുതിയിട്ടുണ്ടാവുക. ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടെ നൂനിനെയും തൻവീനിനെയും വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കണം എന്നാണ്. ഉദാഹരണം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മൻ ആമന. മൻ ആമന എന്ന് വായിക്കുമ്പോൾ അവിടെ നൂനിന്റെ മുകളിൽ നമ്മൾ ഒരു സുക്കൂൻ കാണും. കാരണം ഇപ്പുറത്ത് ഹംസയാണ്, വെളിവാക്കി ഉച്ചരിക്കണം. അതേപോലെ അലീമുൻ ഹലീം, അലീമുൻ ഹലീം. അവിടെ ഉണ്ടോ ലമ്മ എഴുതിയിരിക്കുന്ന രൂപം നോക്കൂ. അദാബൻ അലീമ, അദാബൻ അലീമ. അവിടെ ഉണ്ടോ തൻവീൻ ഫത്ഹ എഴുതിയ രൂപം നോക്കൂ, നേരെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നൂനിന് സുക്കൂൻ എഴുതിയ സ്ഥലത്തും അതുപോലെ നേരെ മുകളിലും അല്ലെങ്കിൽ താഴെയുമൊക്കെ ആയി ഫത്ഹയും കസ്റയും ലമ്മയുമൊക്കെ എഴുതിയ സ്ഥലത്തും, ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ തൻവീനിനെയും നൂനിനെയും വെളിവാക്കി ഉച്ചരിക്കണം, തീരെ മണിക്കാതെ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ശൈലി സ്വീകരിച്ചത്.